സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് ഉച്ചസ്ഥായിലാണ്. ഇന്നേക്ക് 4ാം നാളാണ് ജനവിധി. ഇടതോ വലതോ എന്ന പതിവ് ചോദ്യത്തിനപ്പുറം ഇന്ത്യയുടെ സാന്നിധ്യം അതിശക്തമായ ത്രികോണ മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമാക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എത്രത്തോളം സജീവമാണ്? ഒരു വിഷയമാണ് ജനശബ്ദം പരിശോധിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസാണ് അതിഥിയായി ചേരുന്നത്. പ്രേക്ഷകർക്കും വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, അല്പസമയം മുമ്പാണ് കുന്നത്തുനാട്ടിൽ അമിത്ഷാ കേരള രാഷ്ട്രീയത്തിൻ്റെ സമകാലിക സാഹചര്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയത്. അതായത് ഇടതിനെയും വലത്തിനെയും ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. അതിന് കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം അറിയാം സുദീർഘമായി തന്നെ വ്യക്തമാക്കിയുണ്ടായി. എന്തുകൊണ്ട് ഇന്ത്യയെ കേരളത്തിൽ അധികാരത്തിൽ എത്തണം എന്നതും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അഴിമതി രഹിതമായ ഭരണം, ജനക്ഷേമപരമായ പദ്ധതികൾ. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദി ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, അതിൻ്റെ ഫണ്ട് അനുവദിക്കുമ്പോൾ, ഇവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ അതൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പേരൊക്കെ മാറ്റി സ്വന്തം പേരിൽ അടിച്ചിറക്കുകയാണെന്ന് അത്തരത്തിൽ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അമിത്ഷാ. കൃത്യമായ കാര്യകാരണ സഹിതം അധികാരത്തിൽ എത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകളെ അദ്ദേഹം കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ? കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി 2ാം തവണ കേരളത്തിലേക്ക് എത്തിയത്. ഇന്നലെ പത്തനംതിട്ടയിലും അനന്തപുരിയിലും അദ്ദേഹം എത്തുകയുണ്ടായി. ഇന്ന് 3 സ്ഥലത്താണ് അമിത്ഷാ ഉള്ളത്. കോഴിക്കോട്, കുന്നത്തുനാട്, ഇപ്പോൾ വൈകിട്ടോടെ കാട്ടാക്കടിയിലും എത്തിച്ചേരും. ഇന്ത്യയുടെ പ്രതീക്ഷകളെ എത്രത്തോളം സജീവമാക്കിയാണ് ഈ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലത്തും കണ്ടു മടുത്തൊരു മാതൃക. 2 മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു. UDF ഫോളോഡ് ബൈ LDF ഫോളോഡ് ബൈ UDF. അങ്ങനെ മാറിയും മറിഞ്ഞും ഭരിക്കുന്ന ഒരു കേരളത്തിൽ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ്, ഒരു മൂന്നാമത്തെ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ്, ആ ഒരു നറേറ്റീവാണ് ഏറെക്കാലമായി BJP കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതാ 2026 എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര നേതാക്കൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ വന്ന് ഈ നേതാക്കൾ കേരളത്തെ അവസാന ലാപ്പിൽ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ സന്ദേശം എത്തിക്കുകയാണ്. അതായത് ദർ ഈസ് എൻ ഓൾട്ടർനേറ്റീവ്. അത് ഭ്രഷ്ടാചാർ അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ ഒരു ഭരണത്തിന് ബദലായി തങ്ങളെ പരീക്ഷിക്കൂ. മാത്രമല്ല അതിനുള്ള ഗൃഹപാഠവും ചെയ്തതിന് ശേഷമാണ്. ഇവിടെ ഗൃഹപാഠത്തിൽ ഈ നിയോജക മണ്ഡലം ഒരുപക്ഷെ 140 മണ്ഡലങ്ങളിലേക്കും ഈ സന്ദേശം ഒരേപോലെ എത്താൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് A ക്ലാസ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ മണ്ഡലങ്ങൾ മുതലായ ഇടങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ ഒരു സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യുകയും ഇതൊരു BJP തന്ത്രമാണ്, NDAയുടെ തന്ത്രമാണ്. അതിൻ്റെ ഭാഗമായി നടത്താവുന്ന മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ NDAയുടെ ഒരു ബ്രോഡ് ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കുന്നത്തുനാട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പ്രാദേശിക സാന്നിധ്യമായിരുന്ന 2020 എറണാകുളം ജില്ല വിട്ടും വേരുകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഈ വിശാലമായ അടിത്തറയാണ്. അതൊരു ക്രൈസ്തവ സാന്നിധ്യം കൂടിയാണ്. ഒരു വ്യത്യസ്തതയുള്ളൊരു പാർട്ടി, ഡെലിവറിങ് ഗുഡ്സ്, കേരളത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധങ്ങളുള്ളൊരു പാർട്ടി. സാബു ജേക്കബിൻ്റെ 2020 ആ മണ്ഡലത്തിലാണ്, കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020 മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. 2020 19 സീറ്റ് കൊടുത്തപ്പോൾ പലരും തെറ്റിച്ചൊളിച്ചു. 2020 അത്രയും ഇടങ്ങളിൽ വേരുകളില്ല എന്നത് സ്വാഭാവികമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ഘടകകക്ഷിയെ വേണ്ടതുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ BJP തയ്യാറായി എന്നതാണ്. അതുകൊണ്ട് BDJS അത് അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ കിട്ടാവുന്ന വോട്ടുകൾ വിജയിക്കാൻ വേണ്ടി തന്നെ മത്സരിക്കുന്നു എന്ന ഒരു പ്രതീതി തന്നെയാണ് ഉള്ളത്. പക്ഷേ 2-3 കാര്യങ്ങളിൽ BJP ലേശം പ്രതിരോധത്തിലായിരുന്നു ഏതാനും ആഴ്ചകളായി. ഒരു കാരണം ശബരിമല വിഷയം. ആചാര സംരക്ഷണ സമയത്ത് 2019 BJP ആയിരുന്നു സ്പിയർ ഹെഡ് ചെയ്തത്. സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയതും വലിയ വിസിബിലിറ്റി നേടിയതും BJP ആയിരുന്നു. അതിന് പ്രയോജനം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിലൂടെ 2019 തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിൽ എത്തി നിന്നു. അമിത്ഷാ അതെടുത്തു പറഞ്ഞു. 2014 ഉള്ളതിനേക്കാൾ 2014 കേവലം 14% വോട്ട് ഷെയർ ആയിരുന്നു. അത് 2019 ആയി കഴിഞ്ഞപ്പോൾ അത്
16% 2024 വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20%, 19.86%, 20%-അടുത്ത് വോട്ട് നടത്തുമ്പോൾ അത് വിജയത്തിൻ്റെ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഒരു 35,000 വോട്ട് അല്ലെ 30,000-നും 40,000-നും ഇടയിൽ വോട്ട് പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ മുൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ നേടിയാൽ അതിനർത്ഥം കുറച്ചുകൂടി ശക്തമായി ശ്രമിച്ചാൽ വിജയ സോപാനം അണിയാം എന്നൊരു ചിന്തയിൽ അത്തരത്തിൽ പ്രതീക്ഷകൾ സജീവമാക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ് ഇന്ത്യക്കുടനീളം എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രൻ എന്നുള്ള പ്രേക്ഷകൻ മലപ്പുറത്തു നിന്നും ശരിയാണ്. ചന്ദ്രൻ, കേൾക്കാമോ? പറയട്ടെ, പറഞ്ഞോളൂ. നമുക്ക് ഇന്നിപ്പോ അമിത്ഷാജിന്റെ ശബരിമലയെ കുറിച്ചുള്ള സംഭാഷണം കേട്ടപ്പോഴേ 7 ദിവസത്തിന്റെ ഉള്ളില് CBI കൊണ്ട് അന്വേഷിക്കുന്നു പറഞ്ഞാൽ അത് വളരെ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ്. അതെ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ വ്യത്യസ്തമായുള്ള എല്ലാ ഇതും നമ്മളെ ശശി അല്ല രാഹുൽ ഗാന്ധിയുടെ സംബന്ധിച്ചുള്ള സംസാരങ്ങളെ അതെല്ലാം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അറിയപ്പെടേണ്ട കാര്യം കൂടിയാണ്. ഏതായാലും നന്ദി ചന്ദ്രൻ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ, പ്രതികരണങ്ങൾ, ഇടപെടലുകൾ തന്നെയാണ് ഈ BJPയുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം കൃത്യമായ രീതിയിൽ അവർ എന്താണ് ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങൾ എത്രത്തോളമാണ് അയ്യൻ എന്നുള്ള വികാരം അവർക്ക് ഇന്ന് ഈ ദേശീയ നേതാക്കൾക്കൊക്കെയും അറിയാം. അത് കൃത്യമായി അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറമാണ്. ശബരിമല വിഷയം വന്ന സമയത്തൊക്കെ BJP നേതൃത്വം എത്രത്തോളം ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഗൗരവത്തോടെയാണ്, ഒരു കരുതലോടെയാണ് കേരളത്തിൻ്റെ ജനതയ്ക്കൊപ്പം നിന്നത്, ഭക്തർക്കൊപ്പം, വിശ്വാസികൾക്കൊപ്പം നിന്നത് എന്നതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതുമാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും കൃത്യമായ രീതിയിൽ ആ വിഷയം ഉയർന്നു വരുമ്പോൾ അത് വല്ലാതെ പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നുണ്ട്. ഇടതിനും വലത്തിനും ഒരുപോലെ അല്ലേ? തീർച്ചയായും. ഇന്ത്യ മുന്നണി നേതാവ്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 സന്ദർശന അവസരത്തിലും ഊന്നിപ്പറഞ്ഞത് എന്തുകൊണ്ട് BJP ശബരിമല വിഷയം ഇപ്രാവശ്യം ഏറ്റെടുക്കുന്നില്ല. മോദിജി വിശ്വാസത്തെക്കുറിച്ച് എല്ലായിടത്തും സംസാരിക്കുകയും കേരളത്തിൽ വരുമ്പോൾ മാത്രം അക്കാര്യം കമാന്തരക്ഷം മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണത്തിന് കൃത്യമായി തിരുവല്ലയുടെ മണ്ണിൽ വെച്ച് കഴിഞ്ഞ ദിവസം മോദി മറുപടി പറയുന്നത് കണ്ടു. ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് BJP ഗവൺമെൻറ്റിനെ കടന്നാക്രമിക്കുന്ന ഒരു രംഗം കണ്ടു. അതുമാത്രമല്ല, ചരിത്രപരമായി BJPയും UDFും BJPയും CPMും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് മറുപക്ഷം അങ്ങനെയല്ല. ഇവിടെ LDF UDF ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി. കേരളത്തിലും ആത്യന്തികമായി അങ്ങനെ തന്നെയാണ്. ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് അത് പറയുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് ലേശം വൈകിയെങ്കിലും BJP ശബരിമലയുടെ അഴിമതി വിഷയം, ഇപ്പോൾ ആചാര സംരക്ഷണമല്ലല്ലോ മുഖ്യ വിഷയം, അഴിമതിയാണ്. അത് വിശ്വാസപരം മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിഷയമാണ്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയമാണ്. അതെടുക്കാനുള്ള, അതൊരു ജനകീയ വിഷയം കൂടിയാണ്, അതെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വികസന വിഷയങ്ങൾ, അതിൽ ഇന്ന് അമിത്ഷാ പറഞ്ഞൊരു കാര്യം കൂടി ഇപ്പോൾ സൂചിപ്പിക്കാതിരിക്കാനാവില്ല. കാരണം കേന്ദ്ര പദ്ധതികൾ, റേഷൻ ആയിക്കൊള്ളട്ടെ, 5 കിലോ റേഷൻ ആയിക്കൊള്ളട്ടെ, ഹൈവേ, നാഷണൽ ഹൈവേ 66 ആയിക്കൊള്ളട്ടെ, മറ്റ് കേന്ദ്ര പദ്ധതികളായിക്കൊള്ളട്ടെ, അത് സംസ്ഥാനത്തിന് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ പിതൃത്വം LDF ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ CPMൻ്റെ ഔദാര്യമായി അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത. അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സംവിധായകരോട് പറയുന്ന ശ്രീ അമിത്ഷായെ കണ്ടു. അതുകൊണ്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ജനമനസ്സുകളിൽ, പോളിങ്ങിന് വേണ്ടി പോകുമ്പോൾ ജനമനസ്സുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറെ ആശയക്കുഴപ്പങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയോടെ, മിഴിവോടെ, തെളിവോടെ ഉത്തരം പറയുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന BJPയുടെ ദേശീയ നേതൃത്വത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഒരു KG കുമാർ കൊട്ടാരക്കലിൽ നിന്നും പ്രേക്ഷകൻ ചേരുകയാണ്. KG കുമാർ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഈ അവിടുത്തെ അതിഥി അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോഴ് ഇവിടെ പിന്നെ ഈ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ഈ വ്യക്തതക്കുറവെല്ലാം മാറി ഇപ്പോൾ ഇതായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നെ ഫലം പിന്നെ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ
ഉണ്ടാകും എന്നുള്ളതാണ് അതും. യെസ്, നന്ദി കെ ജി കുമാർ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. ശ്രീ മോഹൻ വർഗീസ്, അത് തന്നെയാണ് ശ്രീ കെ ജി കുമാർ അടക്കം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട്, അത് സദ്ഭരണവുമായി ബന്ധപ്പെട്ടുണ്ട്, ഇതൊക്കെയും കൃത്യമായി പ്രതിഫലിക്കും. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം BJP NDA സൃഷ്ടിക്കുമ്പോൾ ഇതിൽ ആരോപണവുമായി പ്രതിരോധിക്കാനുള്ളൊരു ശ്രമമാണ് ഇടതും വലതും നടത്തുന്നത്. അതിനുള്ള കൃത്യമായ മറുപടിയും അല്പസമയം മുമ്പ് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇടതിൻ്റെയും വലതിൻ്റെയും ആ ഒരു A ടീം B ടീം എന്നുള്ള ഒരു പ്രയോഗങ്ങൾ ജനങ്ങൾ തള്ളിക്കളയും, യഥാർത്ഥ A ടീം ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ, ഏത് തരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിക്കഴിയുമ്പോഴും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണങ്ങളെ അതേ രീതിയിൽ പ്രതിരോധിക്കുകയും അതിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് BJP നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും, അല്ലേ? കൃത്യമായ രാഷ്ട്രീയം പറയാൻ ആവാതെ വരുമ്പോഴാണ് ഇതരനെ ചേർത്ത് ബന്ധിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഡീൽ ആരോപണം ഉണ്ടാകുന്നത്. ഈ കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ എന്ന് CPM പറയുകയും, അങ്ങനെയല്ല പിണറായി വിജയൻ ഭരണകൂടത്തെ നിലനിർത്തേണ്ട ആവശ്യം BJPയുടേതാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുകയും, അങ്ങനെ നിരന്തരം ഡീൽ ആരോപണം വരുമ്പോൾ ഒരു കാര്യം മാത്രം UDF-ഉം LDF-ഉം മറന്നുപോയി. അതായത് കോമൺ ഫാക്ടർ അവിടെ BJPയാണ്. കോൺഗ്രസിനോടൊപ്പം ചേർത്ത് കിട്ടുമ്പോഴും CPM-നോടൊപ്പം ചേർത്ത് കിട്ടുമ്പോഴും BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നും BJPയുടെ B ടീമാണ് ഇടതുപക്ഷമെന്നും ആവർത്തിക്കുമ്പോൾ A ടീം ആരാണ് എന്ന് കൃത്യമായി അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ആ ഒരു കാര്യം ഒരു സർക്കാസ്റ്റിക്കായി മോദിയും അമിത്ഷായും ഒക്കെ സംവിധായകരെ ഓർമ്മിപ്പിക്കുന്നൊരു കാഴ്ച കണ്ടു. അപ്പോൾ ഒരു മസ്റ്റ് ഡിഫീറ്റ് ടീമായി രണ്ട് കൂട്ടരും കാണുന്നത് BJPയും NDAയുമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഈ തങ്ങളുടെ അസ്തിത്വം, അപ്പം നിലപാടുകളും അസ്തിത്വവും കുറച്ചുകൂടി ആഴത്തിൽ ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് നിലപാടുകളില്ലാത്തൊരു പാർട്ടിയല്ല. മുൻകാലങ്ങളിൽ വോട്ട് കച്ചവടം നടത്തുന്നു എന്ന പേരുദോഷം ഏറെ കേട്ട കക്ഷിയാണ്. യഥാർത്ഥത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലുമൊക്കെ എന്തെല്ലാം ഡീലിനെക്കുറിച്ച് പറഞ്ഞാലും യഥാർത്ഥത്തിൽ അവിടെ BJPയുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ വിജയം ഉറപ്പുവരുത്താൻ കെ സുരേന്ദ്രൻ 2016 പരാജയപ്പെടുന്നത് കേവലം 87 വോട്ടിനാണ്. അതുപോലെ 2021 പരാജയപ്പെടുന്നത് 745 വോട്ടിനാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും കൃത്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അഷ്റഫിന് നൽകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായ വിവരമാണ്. അതൊരു ഡീലെന്ന് പറയുന്നില്ല, ആരും അതിനെ ഒരു ഡീലെന്ന് പറയുന്നില്ല. പക്ഷേ BJPയുടെ ഉറപ്പ്, അത് നിയമമണ്ഡലത്തിൽ അങ്ങനെ ഡീൽ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ കോൺഗ്രസിന് ഡീലുണ്ട് BJPയുമായി, അങ്ങനെയാണ് ആദ്യം രാജഗോപാൽ അക്കൗണ്ട് തുറന്നത് എന്ന് പരിഭവം പറയുന്നവർ യഥാർത്ഥത്തിൽ വോട്ട് മറിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ പരാജയപ്പെടാനുള്ള ഒരു കാരണം, അല്ലെ പ്രധാനപ്പെട്ട കാരണം, ഒരു പരിധിവരെ ഈ വോട്ടുകൾ കൃത്യമായി അവിടെ പോൾ ചെയ്യപ്പെട്ടു എന്നതാകാം. പക്ഷേ മറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരുടെ കാര്യത്തിൽ ശിവൻകുട്ടിക്ക് അനുകൂലമായി കുറേ വോട്ടുകളെങ്കിലും UDF പക്ഷത്തു നിന്ന്, ഒന്നീ മൈനോറിറ്റി വോട്ടുകളാണ് അല്ലെങ്കിൽ UDF വോട്ടുകളാണ് വരികയാണെങ്കിൽ അവിടെ BJPക്ക് ആ മണ്ഡലത്തിൽ വലിയ ടഫ് ഫൈറ്റ് നേരിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കെ യഥാർത്ഥത്തിൽ ഡീലുകളല്ല, ഇത് സൗകര്യപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ വോട്ടുകൾ മാറിയും മറിഞ്ഞും ചെയ്യുന്ന പ്രവണതയെ വികസന രാഷ്ട്രീയം പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും മടി കൊണ്ടും ഡീൽ എന്ന ഒരു വാക്കിൽ തളച്ചിടുകയായിരുന്നു പ്രചരണത്തിൻ്റെ ആദ്യ 2 ആഴ്ച. അത് മാറി കുറച്ചുകൂടി കാതലുള്ള വിഷയങ്ങൾ ഇപ്പോൾ 3 മുന്നണികളും സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് BJPയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ കൃത്യമായി പറയുന്നു, തങ്ങളെ 2 കൂട്ടരും ഒരുപോലെ എതിർക്കുകയാണ്, തങ്ങളെ A ടീമായി 2 പേരും അംഗീകരിക്കുന്നു എന്ന ഒരു നറേറ്റീവാണ് ഇപ്പോൾ BJP നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അത് തന്നെയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഗംഗാധരൻ എന്നുള്ള പ്രേക്ഷകൻ ശരിയാണ്. ഗംഗാധരൻ, കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ ഇന്നത്തെ അമിത്ഷായുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാല്, നമ്മുടെ BJP NDA സഖ്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് BJP. അതേപോലെ NDA ശക്തി ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർദ്ധിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് അവര് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നിലകൊള്ളുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവരും തന്നെ അത് മനസ്സിലാക്കിയിട്ട്
മറ്റേ നമ്മുടെ BJPക്ക് ഇത്തവണയെങ്കിലും വിജയിക്കുവാനുള്ള അവസരങ്ങൾ കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. യെസ്,